ഹായ്, അപ്പോൾ എല്ലാവർക്കും അഞ്ചു മക്കളെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. പിള്ളേർ പറയുമ്പോൾ അമ്മ വീട്ടിൽ പോവാം, മാമൻ്റെ വീട്ടിൽ പോവാന്നൊക്കെ പറയില്ലേ. അങ്ങനെ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നേക്കുവാണ്. ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നായിരുന്നു കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലായിരുന്നു ഇന്ന്. 1-ാം തീയതി കുംഭം 1 അവിടെ പൂജ ഉണ്ടായിരുന്നു. ചെന്നു, പ്രാർത്ഥിച്ചു. ഞാനൊരു ചരടൊക്കെ ചെപ്പിച്ച് കെട്ടി. അങ്ങനെ മനസ്സ് നിറച്ച് പ്രാർത്ഥിച്ച് വന്നു. നമ്മൾ പോകാൻ നേരം നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് മന്ദാരത്തിൽ നല്ല പൂക്കളുണ്ടായിരുന്നു. പൂക്കളൊക്കെ എടുത്തുകൊണ്ടുപോയി ദേവിക്ക് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെയാണ് വന്നത്. വന്ന് കഴിഞ്ഞിട്ട് അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നു. അവൻ്റെ ജോപ്പൻ നമ്മൾ ചോറ് കൊടുക്കാം കേട്ടോ. കോഴിക്കാല് വേവിച്ച് അതിൽ ചോറിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ജോപ്പൻ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അവന് കുറച്ച് ദിവസം മുമ്പ് അവന് സുഖമില്ലാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ഉഷാറൊക്കെ ആയിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ വരണേ ഉള്ളൂ കേട്ടോ. പാവമാണ് കേട്ടോ ജോപ്പൻ. നമ്മൾ വരാൻ പറഞ്ഞാൽ വന്നോളും, കൂട്ടിൽ തന്നെ കയറിക്കോളും. കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവൻ തന്നെ കൂട്ടിലൊക്കെ കയറിക്കോളും. ഇപ്പോൾ കണ്ടൊരു തെമ്മാടിത്തരം കാണിക്കണുണ്ടോ. അവൻ മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ മുറ്റത്ത് അവിടെ തന്നെ മൂത്രം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അവൻ ഓടി കളിക്കും കേട്ടോ. ഓടി കളിക്കുകയാണേ. അപ്പം അമ്മ അവിടെ നിന്നിട്ട് അവനെ ചീത്ത പറയുന്നുണ്ട്. കണ്ടോ, അവൻ്റെ മൂത്രമൊഴിക്കൽ കഴിഞ്ഞിട്ട് അവൻ ദൂരെ പോയത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട്. ജോപ്പാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓടി വരണേ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അവനൊന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൻ പോയി ഭക്ഷണവും കഴിക്കും. അപ്പോൾ അങ്ങനെ അവൻ നിന്ന് കഴിഞ്ഞപ്പം അവൻ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് അവൻ തിരിഞ്ഞ് നോക്കണേ കേട്ടോ. അമ്മ എവിടെയാണെന്നൊക്കെ അവൻ നോക്കുന്നുണ്ട്. അമ്മയാണ് അവനെന്നും കളിപ്പിക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോഴിക്കാല് കടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. പിന്നെ ഒരു കുപ്പി അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി കേട്ടോ. അതിട്ട് അവൻ എന്തോരം കളിക്കണേന്ന് വെച്ചാൽ കണ്ടോ. അപ്പോൾ കണ്ടു അമ്പാടി കുപ്പിയും കൊണ്ട് വരണത് അവൻ കണ്ടു. അങ്ങനെ വരണത് കണ്ടു കേട്ടോ. ഓടിപ്പോണത് കണ്ടോ. ഓടി വന്ന് അവൻ ആ കുപ്പി ഇനി അവൻ്റെ കയ്യിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ അത് കാണിക്കണത്. അമ്പാടി അണിഞ്ഞിട്ട് അവനെ കളിപ്പിക്കുകയും ചെയ്യും. ആ കുപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ജോപ്പം കിടന്ന് കാണിക്കുന്നതാണ് കേട്ടോ. കുപ്പി കിട്ടുന്ന വരെ അവൻ നോക്കും. ഏതിൽ കൂടെയാണ് അവൻ വരണേന്ന് നോക്കണതാണ് കേട്ടോ. കുറുമ്പനാണ്. കണ്ടോ, കുപ്പി ഇട്ട് കൊടുത്തു, കുപ്പി ഇതേക്ക് കടിച്ചു. അവൻ പോവാണ്. ഓടി അവൻ കുറച്ച് ദൂരം വരെ പോവുള്ളൂ കേട്ടോ. നമ്മളുടെ മിറ്റെങ്ങും അവൻ ദൂരേക്കൊന്നും പോകുന്നില്ല. അതുപോലെയാണ് അവനെ ട്രെയിൻ ചെയ്ത് വച്ചേക്കുന്നത്. വേറെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ശൗര്യമൊക്കെ കാണിക്കും കേട്ടോ. പക്ഷെ നമ്മളുടെ അടുത്ത് അവൻ പാവമാണ്. നമ്മളെല്ലാവരും അവനറിയാം. കാണുമ്പോൾ തന്നെ അവനറിയാം. കണ്ടോ, കുപ്പിയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവനെ കാണുന്നത്. കുറേ നേരം കളിക്കും കേട്ടോ അവനങ്ങനെ. കുപ്പിയായിട്ട് അങ്ങനെ കളിക്കും. പിന്നെ നമ്മളുടെ അടുത്ത് കൂടെ നിന്ന് കളിക്കും. കുട്ടികളെയൊക്കെ കൂടെ നിന്ന് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജോപ്പന്. കുറച്ച് നേരം കഴിയുമ്പോൾ മടുക്കുമ്പോൾ അവൻ ആ കുപ്പിയിടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ കുപ്പിയും കൊണ്ട് നടക്കും കേട്ടോ. അമ്പാടി കുറേ അവനെ ഇങ്ങനെ കുപ്പിയിട്ട് കളിപ്പിക്കാനും ട്രെയിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. അവൻ ചാടി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല സ്നേഹമുള്ള ഒരു വളർത്തുന്ന മൃഗമാണ് നായെന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയും, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പറയില്ലേ, നിന്നെയൊക്കെ നോക്കിയാൽ നേരം കൊണ്ട് പട്ടീനെ വളർത്തുകയാണെങ്കിൽ പറയും. അതുമാതിരിയുള്ള നല്ല പട്ടിയാണ് നമ്മളുടെ ജോപ്പൻ കുട്ടി എന്ന് പറയുന്നത്. ഈ മതിലൊക്കെ ഒരു ദിവസം അവൻ ചാടി കിടന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ വീടിനെ പുതിയ റീനോവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിണറിൻ്റെ മുകളിൽ വലയൊക്കെ ഇങ്ങനെ ഇരുമ്പിൻ്റെ വലയൊക്കെ കെട്ടി നല്ല രീതിയിലൊക്കെ ആക്കി കേട്ടോ. വീടൊക്കെ നല്ല അടിപൊളിയാക്കി. മിറ്റലൊക്കെ ഇട്ട് ഇഷ്ടം പോലെ. അപ്പോൾ ജോപ്പിന് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അമ്പാടി അവനെ കളിപ്പിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അവൻ കളിപ്പിക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം പെരക്കകത്തേക്ക് അവൻ്റെ കൂട്ടിലേക്ക് കയറ്റും കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടെ തീറ്റ അവൻ കഴിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനെ കൂട്ടി കയറ്റുന്ന നടപടിയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ചേട്ടായി പുറത്ത് പോയിട്ട് വന്നപ്പോൾ തണ്ണിമത്തം പാലും മേടിച്ചു കൊണ്ടുവന്നു. അമ്പാടി അത് കഴിഞ്ഞിട്ട് അങ്ങനെ തണ്ണിമത്തം നന്നായിട്ട് കണ്ടിച്ച് എടുത്ത് അതിലേക്ക് പാലും പഞ്ചസാരയും എല്ലാം നല്ല ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട് നല്ല അടിപൊളി മുഹബത്ത് സർബത്ത് ഉണ്ടാക്കി കേട്ടോ. എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ നേരത്തെ അവൻ വിളിച്ചു. അമ്മേ, അത്രയും ബാക്കി എല്ലാ പരിപാടികളും ചെയ്തത് അമ്പാടി തന്നെയാണ് കേട്ടോ. എന്നിട്ട് അമ്മ ഇതൊന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായി. ചേട്ടായി 2 ഗ്ലാസ് അപ്പം തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിടാന്ന് പറഞ്ഞാൽ ഇളക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ചൊന്ന് കഴിച്ച് നോക്കി.
കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ അമ്പാടി വാങ്ങിക്കൊണ്ട ചിക്കൻ അമ്മ വറുത്ത് അമ്പാടിക്ക് കൊടുത്തു കേട്ടോ. അമ്പാടിക്ക് അത് വെച്ച്